നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധനാ വേളയിൽ പലയിടത്തും അനിശ്ചിതത്വം തുടരുകയാണ്. പരാതിയെ തുടർന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവരുടെ പത്രിക വൈകിയാണ് സ്വീകരിച്ചത്. നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് പരാതിക്കാരുടെ തീരുമാനം. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ പൂർണ്ണമായ സ്വത്ത് വിവരം സത്യവാങ്മൂലത്തിൽ സമർപ്പിച്ചില്ലെന്നും CPIM മൗനം പാലിച്ചുവെന്നുമാണ് UDF സ്ഥാനാർത്ഥി KS ശബരിനാഥന്റെ കുറ്റപ്പെടുത്തൽ. രാജീവ് ചന്ദ്രശേഖറിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് V ശിവൻകുട്ടിയും വ്യക്തമാക്കി. LDF ഒരു ചെറിയ തുണ്ട് പേപ്പറിൽ പോലും ഒരു ആരോപണം ഉന്നയിച്ചില്ല. ഇത്രയും പ്രധാനപ്പെട്ട വിഷയം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവരൊന്ന് കൂടെ നിൽക്കണ്ടേ? ഇതൊരു പൊതുവിഷയമല്ലേ, ഒരു ധാർമ്മികതയുടെ വിഷയമല്ലേ? വലിയ ധാർമ്മികതയുടെ അപ്പോസ്റ്റർമാരായി നിൽക്കുന്ന LDFന്റെ നേതാക്കൾ, അദ്ദേഹത്തെ അവിടുത്തെ സ്ഥാനാർത്ഥിയോ ഈ വിഷയത്തിൽ ഒറ്റ വാക്ക് പറഞ്ഞില്ല. ക്ലിയറാണ്. LDF BJP തമ്മിലുള്ള CJP ഡീൽ നടക്കുമ്പോൾ ശക്തമായി BJPയുടെ നെറികേടുകൾക്കെതിരെ നേമത്തും ഇന്ത്യയിലുമൊക്കെ പ്രചരണം നടത്തുന്നത് UDF മാത്രമാണ്. ഈ വിഷയം ഞാൻ സ്ഥാനാർത്ഥിയാണ്, ഞാൻ ആളുകളെ കാണേണ്ട സമയമാണ്. പക്ഷേ ഞാൻ ഈ വിഷയത്തിലും കഴിഞ്ഞ 2.5 മണിക്കൂർ ഇവിടെ നിൽക്കുന്നത് ഇതൊരു പൊതുവിഷയമായതുകൊണ്ടാണ്, ധാർമ്മിക വിഷയമായതുകൊണ്ടാണ്. അപ്പോൾ എത്ര സമയം പോയാലും ഈ വിഷയത്തിൽ നീതി ലഭിക്കുന്ന പ്രവർത്തനമായി UDF മുന്നോട്ട് പോകും. ഈ CJP മുന്നണി നമ്മൾ ഉടച്ചു വാർക്കുക തന്നെ ചെയ്യും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമമണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയിലെ സത്യവാങ്മൂലത്തിൽ വൻതോതിൽ വിവരങ്ങൾ മറച്ചുവെച്ച നടപടി ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നും നിയമവിരുദ്ധമായ ഇത്തരം നടപടികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും LDF ആവശ്യപ്പെടുന്നു. കേരളത്തിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്കും ദേശീയ ഇലക്ഷൻ കമ്മീഷണർക്കും പരാതി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ബംഗളൂരുവിലെ ഭൂമിയും വീടും തന്റെ ഉടമസ്ഥതയിലുള്ളതല്ലെന്നാണ് ആരോപണത്തിൽ രാജീവ് ചന്ദ്രശേഖരന്റെ വിശദീകരണം. കോൺഗ്രസിൻ്റെ ഒരു തന്ത്രമാണ് എങ്ങനെയെങ്കിലും ഈ മുങ്ങുന്ന ഒരു കപ്പൽ, കോൺഗ്രസ് എന്നൊരു മുങ്ങുന്ന കപ്പലിന് എങ്ങനെയെങ്കിലും ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ച് രാജീവ് ചന്ദ്രശേഖർ അല്ലെങ്കിൽ NDA അല്ലെങ്കിൽ നരേന്ദ്രമോദിജി അല്ലെങ്കിൽ BJPനെ ഇഷ്യൂ ആക്കണം. 3 ദിവസം മുമ്പ് CPMും BJPയും തമ്മിലൊരു അന്തർധാരണയുണ്ടെന്ന് ആ പ്രചരണം തുടങ്ങി. ഇനിയിപ്പോൾ എന്നെക്കുറിച്ച് കോൺഗ്രസ് ഇത് പറഞ്ഞത് ആദ്യമായിട്ടൊന്നുമല്ല. 2024 ലോക്സഭ ഇലക്ഷനിലും പ്രചരണം നടത്തി. എൻ്റെ വീട്, എൻ്റെ ഇൻകം ടാക്സ്, എൻ്റെ വണ്ടി, എൻ്റെ മലയാളം, എൻ്റെ മുണ്ട്, ഇതെല്ലാമല്ലോ പ്രധാനപ്പെട്ട ഇഷ്യൂസ്. അങ്ങനെ എന്തെങ്കിലും അവരുടെ അടുത്ത് തെളിവുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ കോർട്ടിൽ പോകണം, ഇലക്ഷൻ കമ്മീഷനോട് പോകണം, അവിടെ തീരുമാനിക്കട്ടെ. തിരുവനന്തപുരത്ത് വിനേഷ് കുമാറും കൊച്ചിയിൽ നിന്ന് വിപിൻ C വിജയനും ചെയ്യുന്നുണ്ട്. ആദ്യം വിനേഷ് കുമാറിലേക്കാണ്. വിനേഷ്, ഈ പറഞ്ഞതുപോലെ സത്യവാങ്മൂലത്തിലെ പിഴവിൽ കോൺഗ്രസിനുള്ള അത്ര ഒരു ഇൻട്രസ്റ്റ് LDF കാണിച്ചില്ല എന്നാണ് UDFന്റെ ആരോപണം. അതായത് ഈ സത്യവാങ്മൂലത്തിലെ പിഴവിൽ ചൊല്ലി ഇടത് അല്ലെങ്കിൽ UDF LDF പോര് തുറന്നിരിക്കുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് LDF വൃത്തങ്ങൾ പറയുന്നത്? എന്താണ് അവിടെ സംഭവിച്ചത്? പക്ഷേ ഒടുക്കം രാജീവ് ചന്ദ്രശേഖരൻ സത്യവാങ്മൂലം സ്വീകരിച്ചിട്ടുണ്ട്. പോര് LDFും UDFും തമ്മിലായിട്ടുണ്ട്. നിയമം NDA സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖരനെതിരെയാണ് UDF സ്ഥാനാർത്ഥിയായ KS ശബരിനാഥാണ് രംഗത്ത് വന്നിട്ടുള്ളത്. ശബരിനാഥ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, ആദ്യം ഈ 12 മണിയോട് കൂടിയാണ് ഇങ്ങനൊരു വിവാദം പുറത്തു വരുന്നത്. അതേ തുടർന്ന് അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശ പത്രിക തൽക്കാലത്തേക്ക് മാറ്റിവെക്കുന്ന ഒരവസ്ഥയിലേക്ക് തെരഞ്ഞെടുപ്പ് ഓഫീസർ തയ്യാറായി. അതിനുശേഷം 12:30 വരെ സമയം അനുവദിച്ചു നൽകിയിരുന്നു. 12:30-ക്കകം മുഴുവൻ രേഖകളും, അതായത് ബാംഗ്ലൂരിലുള്ള വീടും സ്വത്തും സംബന്ധിച്ചുള്ള മുഴുവൻ രേഖകളും ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് അദ്ദേഹം അത് സംബന്ധിച്ചുള്ള രേഖകൾ ഹാജരാക്കിയെന്നാണ് അറിയാൻ കഴിയുന്നത്. 1 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശ പത്രിക തെരഞ്ഞെടുപ്പ് ഓഫീസർ സ്വീകരിക്കുന്നതിലേക്കെത്തി. ഇതിനെ തുടർന്നും UDF രംഗത്ത് വന്നു. കാരണം ഇത് സ്വീകരിച്ചതിൽ അപാകതയുണ്ട് എന്ന്, അതുകൊണ്ട് തന്നെ കോടതിയെ സമീപിക്കുമെന്ന് ഉൾപ്പെടെയുള്ള കാര്യമാണ് ശബരിനാഥ് പറയുന്നത്. LDF തുടക്കത്തിൽ മിണ്ടാതിരുന്നെങ്കിലും പിന്നീട് LDF രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. ശിവൻകുട്ടി ഇതിനെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞതാണ്. പക്ഷേ ഇവിടെ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് LDF UDFും തമ്മിലുള്ളൊരു ഡീലിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്നതെന്ന് പറയുന്നു. അതേസമയം LDFും BJPയും തമ്മിലുള്ളൊരു ഡീലിൻ്റെ ഭാഗമായിട്ടാണ് LDF ഇക്കാര്യത്തിൽ മിണ്ടാതിരിക്കുന്നതെന്ന് UDF പറയുന്നു. ഇത്തരത്തിലുള്ള വിവാദങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും രാജീവ് ചന്ദ്രശേഖരൻ്റെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചെങ്കിലും മറ്റ് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് UDF സ്ഥാനാർത്ഥി KS ശബരിനാഥിന്റെ തീരുമാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.